ഒരു വർഷം മുമ്പ് വരെ ഈ കാണുന്ന ഞാനല്ലായിരുന്നു ഞാൻ വേറൊരു ഞാനായിരുന്നു. പൈസയെ കഴിഞ്ഞും വലുത് ആരോഗ്യമാണ് എന്നെനിക്ക് കാണിച്ചു തന്നതും നമുക്കൊരു കുഞ്ഞാവയും കൂടെ വേണ്ടേ. അപ്പൊ ഞാൻ ഒരാളെ കാണിച്ചു തരാവേ. അപ്പൊ രാത്രിയില് 11 മണി തൊട്ട് രാവിലെ 7 മണി വരെ ഒരു ജോലിയും ചെയ്യുന്നില്ല. അത് ഞാൻ വന്നത് ഹോങ്കോങ് വഴിയാണ്, ചൈന വഴിയാണ് വന്നത്. അന്ന് ഞാൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കരിയർ ആണ് ചൂസ് ചെയ്തത്. ഞാൻ റേഡിയോ ജോക്കി ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇവിടെ 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ. യെസ്, സത്യമാണ്. എന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ നെഞ്ചം വിരിച്ച് കോൺഫിഡന്റ് ആയിട്ട് ഞാൻ അയ്യോ എന്നെ കടിച്ചിട്ടില്ല. പക്ഷെ വലത്തേക്കാലിന് പ്രശ്നമുള്ള ഒരാളുടെ ഇടത്തേക്കാലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞത്. ഭയങ്കര കോമഡിയാ. കാനഡ ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനും ദാ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാൻ തന്നെയാണെന്ന് പറയുന്ന പോലെ. എപ്പോഴും നിങ്ങൾ എന്നെ ഒരു റൂമിനകത്തിരുന്ന് വീഡിയോ എടുക്കുന്ന ആളായിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ ഇന്ന് ക്ലൈമറ്റ് നല്ലതാണ്, വെതർ, ടെമ്പറേച്ചർ ഒക്കെ നമ്മുടെ അനുകൂലമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് പുറത്തിറങ്ങി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അത് ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ. നമ്മൾ 10,000 ഫാമിലി ആയ സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു Q&A അല്ലേ, ഒരു Q&A ഞാൻ പ്രോമിസ് ചെയ്തതാണ്. അപ്പം ഇന്നാണ് ആ സുദിനം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള കുറച്ച് ആൻസേഴ്സ് തരാം എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പോയാലോ? ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ Q&A ചെയ്തേക്കുന്നത്. ദൈവം മിന്നിച്ചേക്കണേ. അപ്പം നമുക്ക് Q&Aയിലേക്ക് പോകാം. ഇതിനെങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കട്ടെ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ ഇൻട്രോ സോങ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ വാ. കുറേ ക്വസ്റ്റ്യൻസ് വെയിറ്റ് ലോസ് റിലേറ്റഡ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചത് ഫാമിലി, പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി ടെൽ മീ അബൌട്ട് യുവർ ഫാമിലി. ഓക്കെ, ഫാമിലിയെ കുറിച്ച് ഞാൻ അധികം അങ്ങനെ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ഞങ്ങൾക്കൊരു മോനുണ്ട്. മോന് 4 വയസ്സാവണു. ഹസ്ബൻഡിൻ്റെ പേര് ഷിബിൻ, മോൻ്റെ പേര് ഭവിൻ. എനിക്ക് അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ. ഇതാണ് എൻ്റെ ഫാമിലി. ഹസ്ബൻഡിൻ്റെ അവിടെ അച്ഛൻ, അമ്മ, അനിയത്തിയുടെ ഹസ്ബൻഡ്, പിന്നെ അവർക്കൊരു വാവയുണ്ട്, പിന്നെ അച്ഛമ്മയുണ്ട്, അമ്മമ്മയുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു കുടുംബം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി വേർ ഡു യു ലിവ്? ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കാനഡയിലാണ്. ഒരു 6 വർഷത്തോളമായി കാനഡയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. നാട്ടിലാണെങ്കിൽ വയനാടാണ് കേട്ടോ സ്വദേശം. കോട്ടയത്താണ് ശരിക്കും ജനിച്ചത്, പക്ഷെ വളർന്നത് വയനാട്ടിലാണ്. വയനാടിൻ്റെ ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായ ഗ്രാമത്തിലാണ് ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ. +2 വരെ. അത് കഴിഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളി സെയിൻറ്റ് ഡോമിനിക്സ് കോളേജിലാണ് BSc ഫിസിക്സ് ആയിരുന്നു എടുത്തത്, അത് ചെയ്തത്. അത് കഴിഞ്ഞ് CMS കോളേജിലെ, നമ്മുടെ കോട്ടയം CMS കോളേജ്, ക്ലാസ്മേറ്റ്സ് ഷൂട്ട് ചെയ്ത കോളേജ്, അവിടെയാണ് ഞാൻ MSc കഴിഞ്ഞത്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ കുറേ നാൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, കുറേ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്. അത് കഴിഞ്ഞ് ഫൈനലി കാനഡയ്ക്ക് മൂവ് ചെയ്തു. അങ്ങനെ ഇപ്പം കാനഡയിലാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കാനഡ എങ്ങനെ എത്തി? എൻ്റെ പ്രൊഫഷൻ. ഓക്കെ, കാനഡ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2019 ഡിസംബറിലാണ് കേട്ടോ ഞാൻ കാനഡയിലേക്ക് വരുന്നത്. ഞാനാണ് ആദ്യം കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കാനഡയിലേക്ക് വരുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു. ഇവിടെ 2 കോഴ്സ് ഞാൻ ചെയ്തു. ഭയങ്കര വെയിൽ. മാറാം, നമുക്ക് ഇവിടുന്ന് മാറിയാലോ? സൂര്യൻ വല്ലപ്പോഴേ വരത്തുള്ളൂ, പക്ഷെ വരുമ്പോൾ ഇങ്ങനെയാണ്. ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ലല്ലോ. ഞാൻ കുറച്ച് നേരം മുമ്പ് അവിടെയായിരുന്നു, അന്നേരം അവിടെയും വന്ന്, ഇവിടെ ഇരുന്നപ്പോൾ ഇവിടെയും വന്ന്. ഇപ്പോൾ കുഴപ്പമില്ല, ഏതാണ്ട് ആശാൻ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. എനിക്ക് ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ ആകുന്നത് വേറൊന്നും കൊണ്ടല്ല, സൂര്യൻ എൻ്റെ നേരെ ഫ്രണ്ടിലാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഞാൻ എടുത്ത കോഴ്സുകൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്ന 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ആണ്. ഒന്ന് ലൊക്കേഷൻ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഇരുന്നിടത്ത് ഭയങ്കരമായിട്ട് സൂര്യൻ്റെ വെളിച്ചം അടിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആശാൻ ഇവിടെ വരികയാണ്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിൽ, അതൊരു ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു കേട്ടോ. ആ ഫാക്ടറിയിൽ അസോസിയേറ്റ് ആയിട്ട്, നമ്മൾ പ്രൊഡക്ഷൻ അസോസിയേറ്റ് ഇല്ലേ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്താണെന്നറിയോ?
ഫേസ് മാസ്ക്. കാരണം ഞാനിവിടെ വന്ന് കാല് കുത്തി 2 മാസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു സുഹൃത്തുക്കളെ, കൊറോണ വന്നു. മൊത്തം ലോക്ക്ഡൗൺ ആയിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ കോളേജിൽ പോയിട്ടില്ല. എനിക്ക് ഓൺലൈനായിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഒരു 2 മാസം കോളേജിൽ പോകാൻ പറ്റി. പക്ഷെ 2020 മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. ഫുൾ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ എല്ലാവർക്കും ജോലി കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കാരണം ഒരു കടയും തുറന്നിട്ടില്ല, ഒരു സ്ഥാപനങ്ങളും ഓപ്പൺ അല്ല, എന്താ നടക്കണേന്നുള്ളത് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനും വിചാരിച്ചു, ദൈവമേ, അത് ഞാൻ വന്നത് ഹോങ്കോങ് വഴിയാണ്, ചൈന വഴിയാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് 2 മാസത്തിനുള്ളിൽ കോവിഡും കൂടി ആയി. ഒന്നാമതേ ഹോം സിക്നെസ്, അതിൻ്റെ കൂട്ടത്തിൽ ആരെയും കാണുന്നില്ല, ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ ഒരു അണ്ണാൻ ഓടി നടക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു. പക്ഷെ താങ്ക്ഫുള്ളി എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ജോലി ശരിയായിരുന്നു കേട്ടോ. പാർട്ട് ടൈം ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. കാരണം ഇവിടെ ലോ അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് 20 മണിക്കൂർ മാത്രമേ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിൽ ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് ഉണ്ടാക്കുന്ന സെക്ഷനിലായിരുന്നു എനിക്ക് ജോലി. അതൊരു 12 hours ഷിഫ്റ്റ് ആയിരുന്നു, രാത്രിയിലായിരുന്നു. കാരണം രാവിലെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. രാത്രിയിൽ ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ നമ്മൾ ത്രൂ ഔട്ട് നിന്നിട്ടുള്ളൊരു ജോലിയും കൂടി ആയിരുന്നു. പക്ഷെ അന്ന് കുറച്ചും കൂടി മെലിഞ്ഞ ഒരാളായിരുന്നു. ഇത്രയും വണ്ണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ എൻ്റെ വെയിറ്റ് 53 54 എന്തോ ആയിരുന്നു, ഐഡിയൽ വെയിറ്റിലായിരുന്നു. അതുകൊണ്ട് അതെന്നെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. അത് എനിക്ക് ചെറിയ രീതിയിൽ പണിയൊക്കെ തന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ജോലി നമുക്ക് വേറെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്, അപ്പോൾ അവിടെ ഓവർനൈറ്റ് ഫുൾഫിൽമെൻറ്റ് അസോസിയേറ്റ് ആയിട്ട്, അതും രാത്രിയിലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രാവിലെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ രാത്രിയിൽ 11 മണി തൊട്ട് രാവിലെ 7 മണി വരെ വാൾമാർട്ടിൽ ഓവർനൈറ്റ് ഫുൾഫിൽമെൻറ്റ് അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലടാ, നമ്മുടെ രാത്രിയിലായിരിക്കുമ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ റാക്കുകളില്ലേ, ഈ അയലുകളിൽ ഈ സാധനങ്ങൾ കൊണ്ട് അടുക്കി വെക്കുക, അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റു ജോലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിരുന്നു കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ചെയ്യുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വരുന്ന മാസ്കുകൾ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മെഷീനിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്യുക, അങ്ങനെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഫാക്ടറി ജോലി, ടിപ്പിക്കൽ ഫാക്ടറി ജോലി, അതെനിക്ക് എൻ്റെ ഒരു കൈൻഡ് ഓഫ് വർക്ക് അല്ല എന്ന് മനസ്സിലായി. വാൾമാർട്ടിൽ കയറിയ സമയത്ത് ഈ അടുക്കി പറക്കി വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു കടയിൽ ചെന്ന് കഴിയുമ്പം നമ്മുടെ ഐ ലെവലിലുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടാവും. റാദർ ദാൻ അത് താഴെയോ മുകളിലോ ആകുമ്പോൾ നമുക്ക് അത്രയും ഒരു അട്രാക്ഷൻ വരില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു ജോലിയും കൂടി ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ജോലി വാൾമാർട്ടിലായിരുന്നു കേട്ടോ. അത് എൻ്റെ ഒരു കോഴ്സ് കഴിയുന്നത് വരെ ഏതാണ്ട് ആ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ രണ്ടാമത്തെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി. അതുകൊണ്ട് തന്നെ തൽക്കാലം ജോലിക്കൊന്നും പോകണ്ട എന്ന് വിചാരിച്ച് സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോനെ ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞ് മോനൊരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കരിയറാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഫിനാൻസ് ഫീൽഡ് വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഇവിടെ കാനഡയിൽ തന്നെയുള്ള ഒരു അമേരിക്കൻ കമ്പനിയിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് കമ്പനിയിൽ ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കാനഡയിലുള്ള ഒരു റേഡിയോയിൽ, മലയാളം റേഡിയോയിൽ ഞാൻ റേഡിയോ ജോക്കി ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കറൻ്റ്ലി ഇപ്പോൾ ഒരു ബ്രേക്കിലാണ്, ഒരു ജോലിയും ചെയ്യുന്നില്ല, വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഒരു കരിയർ ബ്രേക്ക് എടുത്തതാണ്. ആൻഡ് യെസ്, ഉടനെ തന്നെ ജോലിയിലേക്ക് കയറാനുള്ള പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ പ്രൊഫഷൻ. കാനഡ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി, എന്താണ് അടുത്ത വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാത്തത്? നമ്മൾ ഓൾറെഡി ഒരു 30 ഡേയ്സും ഒരു 21 ഡേയ്സും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? വലിയ കുഴപ്പമില്ലാണ്ട് സക്സസ്ഫുള്ളി നമ്മളത് കംപ്ലീറ്റ് ചെയ്തതുമാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വീണ്ടും ഇതുപോലെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ചലഞ്ച് ചെയ്യണം എന്ന്. പക്ഷേ എൻ്റെ സാഹചര്യം ഇപ്പം എന്നെ അതിന് അനുവദിക്കുന്നില്ല. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ, ഡിസ്ക് ബൾജിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എനിക്കുണ്ടെന്ന്. പക്ഷേ അതുകൊണ്ടല്ല കേട്ടോ ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാത്തത്. അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ഡിസ്ക് ബൾജ് വരുന്ന ആ ഒരു സമയം, അപ്പോൾ പറഞ്ഞു വന്നത്, ഡിസ്ക് ബൾജിൻ്റെ പ്രശ്നം കൊണ്ടല്ല വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാത്തത്. എൻ്റെ പല്ലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഒരു പല്ലിനല്ല, 4 പല്ലിന് ക്യാവിറ്റിയാണ് കേട്ടോ. ആദ്യമേ ഉള്ള പ്രശ്നമാണ്, എൻ്റെ പല്ല് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു പല്ലല്ല. എന്തുകൊണ്ടാണ്? അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ്.
അപ്പോൾ അത് കാരണം പല്ലും എല്ലും ഒക്കെ പോയി. അപ്പോൾ പല്ലിന് 4 പല്ലിന് നല്ല വേദന ഉണ്ടായിരുന്നു. ഒരു പല്ലൊക്കെ നമുക്ക് ഇച്ചിരി സഹിക്കാം, പക്ഷെ 4 പല്ലിൻ്റെ വേദന എന്ന് പറയുന്നത് ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റൂട്ട് കനാൽ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം പല്ല് പറിച്ച് കളയാന്ന് പറയുന്നത് 4 പല്ലും പറിച്ച് കളഞ്ഞാൽ പിന്നെ എൻ്റെ വായിൽ പല്ലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞു. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഒരു പല്ലിന് റൂട്ട് കനാൽ ചെയ്യുന്നതിന് ഇവിടെ 1,00,000 രൂപയാണ്. 1,00,000 രൂപ. യെസ്, സത്യമാണ്. കാനഡ പോലുള്ളൊരു രാജ്യത്ത് ബാക്കി എല്ലാം ഫ്രീ ആണ്, നമുക്ക് മെഡിക്കൽ സിസ്റ്റം ഭയങ്കര ഫ്രീ ആണ്. പക്ഷെ ഡെൻറ്റൽ, അതുപോലെ ഡെർമറ്റോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊട്ടും ഫ്രീ അല്ല. പ്രത്യേകിച്ച് ഡെൻറ്റലിന് ഭയങ്കര പൈസയാണ്. അപ്പം പക്ഷെ ഞാൻ എന്നാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരം ഒരു പല്ല് പോയി റൂട്ട് കനാൽ ചെയ്തു. കാരണം വേദന സഹിക്കാൻ പറ്റണ്ടേ മനുഷ്യന്. അങ്ങനെ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്തു. 1,00,000 രൂപയും കൊണ്ട് കൊടുത്തു. 4 പല്ലും അല്ലെങ്കിൽ ഈ 5 പല്ലൊന്നും ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷി എനിക്കില്ലാത്തതുകൊണ്ട് നാട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഹെൽത്തി ഡയറ്റ് തന്നെയാണ് കേട്ടോ. അതിൽ താങ്ക്ഫുള്ളി അങ്ങനെ തന്നെ പോകുന്നതുകൊണ്ട് സന്തോഷമുണ്ട്. പക്ഷേ ചോറാണെങ്കിലും എന്താണെങ്കിലും ഞാൻ കുറച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കണ പോലെ പേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് അത് അധികം ചവയ്ക്കാതെ വിഴുങ്ങുവാണ്. കാരണം 2 സൈഡിലും പല്ല് കേടാണ്. അപ്പോൾ എനിക്കത് ചവയ്ക്കാൻ കുറച്ച് പാടുള്ളതുകൊണ്ട് പേസ്റ്റായിട്ടാണ് കഴിക്കുന്നത്. കൂടുതലും സ്മൂത്തീസാണ് കഴിക്കുന്നത്. ഇപ്പം ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത് കൂടുതലും സ്മാഷ് ചെയ്തിട്ട് അങ്ങനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ എന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം കയറിയിട്ട് ഞാൻ കഴിക്കുന്ന ഫുഡ് കണ്ടിട്ട് അത് ശരി അപ്പോൾ അരച്ച് കഴിക്കുന്നതാണ്. സ്ക്വിറൽ ഓക്കെ, കുഞ്ഞ് സ്ക്വിറൽ. നിങ്ങൾ ഇതൊന്ന് കാണിക്കാൻ പറ്റുമോ? ബാക്ക് ക്യാമറ ഇടട്ടെ. അയ്യോ അത് പോയി. ശേ, അത് പോയടാ. ആണോ? ഭയങ്കര സ്പീഡ് അതിന്. എന്താ അത് മുയൽ ഓടുന്ന പോലെ ഓടി. കുഞ്ഞി അണ്ണാങ്കുട്ടനാട്ടോ. ഓക്കെ, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. അപ്പം എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ? ആ, പല്ലിൻ്റെ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ ആരെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറിയിട്ട് അപ്പോൾ അരച്ച് കഴിക്കുന്നതാണല്ലേ വെയിറ്റ് ലോസിൻ്റെ രഹസ്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ എല്ലാ വീഡിയോസിലും ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും പിന്നെ വേദന വരുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ളൊരു മൂഡൊക്കെ അങ്ങോട്ട് പോവും. അതുകൊണ്ടാണ് പല്ലുവേദന എന്ന് പറയുന്നത് വീണ്ടും വരുന്നുണ്ടേ. കാണിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ വേദന വരുന്ന സമയത്ത് നമുക്ക് ഒരു മൂഡും ഉണ്ടാവില്ലടാ. വീഡിയോ എടുക്കാൻ പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് തോന്നില്ല. ഒരു പല്ലൊക്കെ നമുക്ക് സഹിക്കാം, പക്ഷെ 4 പല്ലിൻ്റെ വേദനയും കൂടി സഹിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. എനിഹൗ സഹിച്ചല്ലേ പറ്റുള്ളൂ. യെസ്, നാട്ടിൽ വരുന്നത് വരെ നമുക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ. ഡിസ്ക് ബൾജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇത്രയും നേരം ലോങ് ട്രാവൽ, ഇവിടുന്ന് ഒരു 24 മണിക്കൂറോളം എനിക്ക് ഫ്ലൈറ്റിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ഡിസ്കിൻ്റെ പ്രശ്നവും കൂടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഓക്കെ ആയിട്ടേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഈ വേദന സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഫാറ്റ് ലോസ് ചലഞ്ച് ചെയ്യാത്തത്. പക്ഷെ 2 എണ്ണം കിടപ്പുണ്ട്. ഏത് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ചലഞ്ചുകൾ. അപ്പം നിങ്ങൾ ദൈവത്തെ ഓർത്ത് എന്നെ നോക്കിയിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ടും ഒക്കെ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോസ് ആയിട്ടോ ഷോർട്സ് ആയിട്ടോ വരാൻ ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി ഹൗ ഡിഡ് യു ഗെറ്റ് ദ മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ എന്നല്ല, മേ ബി ഒരു വർഷം മുമ്പ് വരെ ഈ കാണുന്ന ഞാനല്ലായിരുന്നു ഞാൻ വേറൊരു ഞാനായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഒട്ടും ഹാപ്പി അല്ലാത്ത, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ആര്യനെയാണ് നിങ്ങൾ അന്ന് കാണേണ്ടിയിരുന്നത്. പക്ഷേ അന്നത്തെ എന്നെ നിങ്ങൾ കാണണ്ട, ഇപ്പം തന്നെ കണ്ടാൽ മതി, എന്തിനാ വെറുതെ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ സമയത്തൊക്കെ എന്നോടൊരാൾ ഏറ്റവും കൂടുതൽ നിന്നെ ആരാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ എൻ്റെ മോൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്നോട് നിങ്ങൾ ആര്യ നിന്നെ ഏറ്റവും കൂടുതൽ ആരാ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചം വിരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയും ഞാനാണെന്നുള്ളത്. കാരണം ഞാൻ എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ അല്ലെങ്കിൽ അയ്യോ ഈ അണ്ണാനെ കൊണ്ട് ഭയങ്കര ശല്യമുള്ളൂ.
വിചാരിക്കരുത്. അയ്യോ ഇല്ല, അണ്ണാൻ കടിച്ച പ്രശ്നമുണ്ടോ? എന്നെ കടിച്ചിട്ടില്ല, പക്ഷെ എന്നെ കാലിലൊന്ന് നിക്കിളിയാക്കിട്ട് പോയി. ഒന്നും വിചാരിക്കരുതേ. ഇന്ന് ദൈവമേ, എനിക്ക് പൂച്ചേനെയും അതുപോലുള്ള സാധനത്തിനൊക്കെ ഇച്ചിരി പേടിയാ. അപ്പോൾ ഈ അണ്ണാൻ വന്ന് കാലിൽ നിക്കിളിയാക്കിയപ്പോൾ ഞാൻ അറിയാതെ കാറിപ്പോയതാ. ഓക്കെ, അടുത്തത് സ്കിൻ കെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാണ് സ്കിൻ കെയറിനെ കുറിച്ച്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യുന്നത്. ഫേസ് സാധാ ക്ലെൻസർ ഉപയോഗിച്ചിട്ട്, സോപ്പല്ല, ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യും. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇത് എവിടെയെങ്കിലും കൊടുത്തേക്കാവേ. അത് കഴിഞ്ഞിട്ട് ടോണർ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ സിറം, പിന്നെ മോയ്സ്ചറൈസർ, പുറത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. ലിപ് ബാം അതും കൂടി ഉണ്ട്. സ്കിൻ കെയർ വളരെ സിമ്പിളാണ്. ഒരുപാട് ലെയേഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. സ്കിൻ കെയർ ചെയ്യുന്നതും സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഭയങ്കര ഒരു തെറാപ്പി ഫീലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്നാലും എനിക്കിഷ്ടമാണ്. പണ്ട് ഞാൻ ചെയ്യത്തില്ലായിരുന്നു, അതാണ് രസം. കുളിക്കുന്ന സമയത്ത് ഏത് സോപ്പാണ് യൂസ് ചെയ്ത് ആ സോപ്പിട്ടിട്ട് മുഖം ഒന്ന് കഴുകുമായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ മുഖം ഒന്ന് ഇങ്ങനെ കഴുകിയിട്ട് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അതൊരു സമയം എടുത്ത് ഒരു 2 minutes അല്ലെങ്കിൽ 5 minutes എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ ഫീൽ സോ റിലാക്സ്ഡ്. അടുത്ത ചോദ്യം, ബേബി ഉണ്ടാകാനും PCOD മാറാനും വെയിറ്റ് കുറച്ചാൽ പറ്റുമോ? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ബേബി സിൻസ് 5 years. എടാ, ഇത് പറയാൻ ആക്ച്വലി ഞാൻ ആളല്ല. ബിക്കോസ് PCOD, തൈറോയിഡ്, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ, അല്ലെങ്കിൽ എനിക്ക് തൈറോയിഡ് ഉണ്ട് കേട്ടോ, അതുപോലുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ പറയുന്ന പോലെ മക്കൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലേ? അത് ഹൈലി അണ്ടർസ്റ്റാൻഡബിൾ, നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അതിയായ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ഉണ്ടാകും, കുട്ടി ഉണ്ടാവും, പിന്നെന്താ, ഉണ്ടാവാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ ഡോക്ടർ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു വർക്കൗട്ട്, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ തന്നോട് വെയിറ്റ് കുറച്ചോളൂ, തനിക്ക് എന്തായാലും മക്കളുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അതിന് ഒരുപാട് മെഡിക്കൽ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു ഡയറ്റോ ഒരു വർക്കൗട്ടോ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. കാരണം വണ്ണം കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം, നമുക്കൊരു കുഞ്ഞാവയും കൂടെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് നല്ലൊരു ഡയറ്റീഷ്യൻ്റെയും നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനറിൻ്റെയും സഹായത്തോടു കൂടി മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബീനെയും കൂടെ കിട്ടേണ്ടതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ചോദ്യം, തൈറോയിഡ് ഉണ്ട്, PCOD ഉണ്ട്, 85 കിലോ വെയിറ്റും ഉണ്ട്. ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാൻ, പക്ഷേ ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റിലല്ല. അതെനിക്ക് ഒരുപാട് സ്ട്രെസ്സ് തരുന്നുണ്ട്, എന്ത് ചെയ്യണം? നിങ്ങൾ ആരോടായി ചോദിക്കുന്നത്? എടാ, ഞാനും ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നടാ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എവിടെയെങ്കിലും ലിങ്ക് കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ദയവായിട്ട് അതൊക്കെ പോയി കാണുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നതും എന്നുള്ള കാര്യങ്ങളാണ് അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൺസിസ്റ്റൻ്റ് അല്ല, അത് സ്ട്രെസ്ഫുൾ ആവേണ്ട ഒരു ആവശ്യമില്ല, നോർമലായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. വൺസ് അപ്പോൺ എ ടൈം ഞാനും അങ്ങനെ ആയിരുന്നു, ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. 98 കിലോയിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള വെയിറ്റ് ലോസ് എനിക്ക് സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സ്റ്റിൽ ഐ എം ഹാപ്പി. 18 കിലോയെ എനിക്ക് കുറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും 80കളിലാണ് നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാമല്ലോ, ജനുവരിയിൽ നമ്മൾ കുറച്ച വെയിറ്റ് ആണ് 80 കിലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4-5 മാസമായില്ലേ, മെയ് മാസം കഴിഞ്ഞില്ലേ, 5 മാസം കഴിഞ്ഞു. 4 20 അല്ലേ, 20 കിലോളം ഇപ്പം വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കായിരുന്നു. പക്ഷെ കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇടയ്ക്ക് വെച്ച് നമ്മുടെ നടുവിനൊരു പണി കിട്ടി, ഡിസ്ക് ബൾജ് വന്നു, അപ്പോൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൂടാതെ സ്ട്രെസ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ്. 80 കിലോന്ന് അങ്ങോട്ട് കയറിയിട്ടില്ല, 80 തന്നെയാണ് നിൽക്കണത്. അപ്പോൾ അതൊരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസവും നമുക്ക് വേണം. അതുകൊണ്ട് സ്ട്രെസ്ഫുൾ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ടേക്സ് ടൈം, അത് മാത്രം മനസ്സിലാക്കുക കേട്ടോ. ഒരുപാട് വെയിറ്റ് കുറയ്ക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഓൾ ഓഫ് എ സഡൻ വെയിറ്റ് കുറച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് 3 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് കുറയുന്നില്ലല്ലോ, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. പേഷ്യൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്ത് പ്രോസസ്സ് ചെയ്യുമ്പോഴും അതിൽ ബിലീവ് ചെയ്ത് ചെയ്യുക, എൻജോയ് ചെയ്ത് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അടുത്തത് അഗെയിൻ കാനഡയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കനേഡിയൻ ലൈഫിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും.
കനേഡിയൻ ലൈഫിൽ ഡെഫിനറ്റ്ലി പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കാനഡയിൽ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് കേട്ടോ, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. പക്ഷേ എന്താ പറയുക, ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടല്ലേ ഡെഫിനറ്റ്ലി. നമ്മൾ നമ്മുടെ കുടുംബത്തോടു കൂടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലെ പച്ചപ്പും ഹരിതാവവും അതൊക്കെ ഒരു വേറെ ഫീലാണ്. ഞാനൊരു നാട്ടുകാരിയാണ്, എനിക്ക് നാടാണ് എപ്പോഴും ഇഷ്ടം. പക്ഷേ നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള ടേണിംഗ് പോയിന്റ്സ് വരും, ഓഫ് കോഴ്സ് വരും. അത് നമ്മൾ എടുത്തിരിക്കണം. നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ തന്നെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. വി ഹാവ് ടു ഗ്രോ അല്ലേ. നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിൽക്കാതെ ബ്രേക്ക് ചെയ്ത് വന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാനഡയിലേക്ക് മൂവ് ചെയ്തത്. പക്ഷേ ഹാപ്പിയാണ് കേട്ടോ, ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതായത് നാട് ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഈ പറഞ്ഞ പോസിറ്റീവ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്, ഒരു വെൽക്കമിങ് കൺട്രിയാണ്, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇതിൻ്റെ മെഡിക്കൽ സിസ്റ്റമാണ്. അത് അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മെഡിക്കൽ ഇവിടെ ഫ്രീ ആണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഡെലിവറി ഇവിടെ നിന്നായിരുന്നു. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പൈസ പോലും ഇവിടെ ഹോസ്പിറ്റലിൽ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അറ്റ് ദ സെയിം ടൈം എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസും ഡെലിവറി ടൈമിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അത് കുറച്ചല്ല, അത്യാവശ്യം നല്ലൊരു കോംപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പം പൈസയെ കഴിഞ്ഞും വലുത് ആരോഗ്യമാണ് എന്നെനിക്ക് കാണിച്ചു തന്നതും കനേഡിയൻ ലൈഫ് തന്നെയാണ്. അപ്പം മെഡിക്കൽ സിസ്റ്റം ഇസ് റിയലി ബാഡ് ഹിയർ. അത് ഒരു നെഗറ്റീവാണ്, ഒരു വലിയ നെഗറ്റീവ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ വീടുമായിട്ട് വിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹോം സിക്നെസ്, അത് മാത്രമേ എനിക്ക് വേറെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഐ എം ഹാപ്പി ഹിയർ. കാനഡയ്ക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ഇമിഗ്രേഷൻ കുറച്ച് സ്ലോ ആണ്. അതായത് നാട്ടിൽ നിന്ന് വിസ കിട്ടാനും ഇവിടെയുള്ള ആൾക്കാർക്ക് PR കിട്ടാനും ഒക്കെ ഇച്ചിരി പാടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കംഫർട്ട് സോൺ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഹോം സിക്നെസ്, ഡിപ്രഷൻ ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും കാനഡ ഇസ് എ ഗുഡ് ഓപ്ഷൻ. കാനഡ മാത്രമല്ല, ഇതുപോലുള്ള പുറം രാജ്യങ്ങളൊക്കെ ഒരു ഗുഡ് ഓപ്ഷൻ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. നമ്മുടെ നാടും നാട്ടുകാരും വീട്ടുകാരും അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം കണ്ടില്ലേ, പല്ലിൻ്റെ കേസിലും എനിക്ക് നാട്ടിൽ വരണം, നാട്ടിൽ വന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുവരെ ഞാനിത് വേദന സഹിച്ച് നിൽക്കണം എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമല്ലേ. പിന്നെ ഒരുപാട് ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാനഡയിൽ നടന്നിട്ടുണ്ട്. മെഡിക്കൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാരുടെ കാല് മുറിച്ചിട്ട് വരുന്നുണ്ട്. അതായത് വലത്തെ കാലിന് പ്രശ്നമുള്ള ഒരാളുടെ ഇടത്തേക്കാലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞത്. അതൊക്കെ കുറച്ച് ഹെവി അല്ലേ. എനിക്കും അതുപോലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കൈയും കാലും മുറിച്ച് കളഞ്ഞെന്നല്ലേ, എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പിന്നെ പറയാം. ഭയങ്കര കോമഡിയാ. എന്തായാലും അപ്പം പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെയും. പക്ഷേ ഐ ലവ് ദിസ് കൺട്രി. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. കുറച്ച് നേരം നിങ്ങളോട് ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീലായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല രസമുണ്ട്, പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്. വീട്ടിലിരുന്ന് വീഡിയോ എടുക്കുന്നതിൽ ഇഷ്ടപ്പെട്ടു. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വേദന അതൊരു ചെറിയ പ്രശ്നമാണ്, പല്ലിൻ്റെ വേദന. ഇപ്പോഴും ഞാനത്ര ഓക്കെ ഒന്നും അല്ല, പക്ഷെ എന്നാലും സഹിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. നമുക്കിനി മുന്നോട്ട് പോകാനുണ്ട്. എനിക്കും ഒരു റിലാക്സേഷനാണ് വീഡിയോ എടുക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ കമൻസിന് റിപ്ലൈ തരുന്നതും ഒക്കെ. അത്രയും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇതും ചെയ്യുന്നത്. എന്നാലും എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കൂ, സ്ട്രെസ്സൊക്കെ മാറ്റി വെക്കൂ. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ട്രെസ് അടിക്കരുത് കേട്ടോ. ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് ചെയ്യും. നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടായിരിക്കും ആദ്യം നോക്കുന്നത്. പറയരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും. അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ സ്ട്രെസ് അടിക്കരുതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങളുണ്ടോ ഇപ്പോൾ സ്ട്രെസ് അടിക്കാതിരിക്കുന്നു? പക്ഷെ എന്നാലും മാക്സിമം കൺട്രോൾ ചെയ്യുക. പിന്നെന്താ, നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക, 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഡയറ്റും വർക്കൗട്ടും ഒക്കെ എൻജോയ് ചെയ്ത് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാവും. പിന്നെ ലൈഫിനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ലൈഫ് ഇസ് വെരി സിമ്പിൾ. നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്ര കോംപ്ലക്സ് ആയിട്ട് ഭാവിയിലേക്ക് എന്ത് ചെയ്യും, ഇപ്പം ഇങ്ങനെയാണല്ലോ ഞാൻ, അങ്ങനെയൊന്നും വിചാരിച്ച് സങ്കടപ്പെടുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യരുത്. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.